അപ്പോൾ ഈ ഒരു ഷോപ്പ് ബുള്ളറ്റ്, RX, സ്പ്ലെൻഡർ അതുപോലുള്ള വണ്ടികളൊക്കെ ഉള്ളവർക്ക് അറിയുന്നതായിരിക്കും. അപ്പം ഈ ഒരാൾ വന്നിട്ട് പലർക്കും പരിചയമുള്ള ആളായിരിക്കും. 52 വർഷമായിട്ടുള്ള കടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സംഭവം എന്ന് വെച്ചാൽ ടയറിൻ്റെ കോട്ടം പിടിക്കുക എന്ന് പറയും. അപ്പം സ്പോക്ക് വണ്ടികളുടെ സ്പോക്ക് ഉള്ള വണ്ടികൾ, അലോയ് വീലുള്ള വണ്ടികളല്ല, പഴയ നമ്മുടെ ഇതുപോലെ കമ്പിയുള്ള വണ്ടികൾ, അപ്പോൾ കമ്പി കെട്ടുകയെന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ RXൻ്റെ സ്റ്റോക്ക് വീലാണ് കിടക്കുന്നത്. അപ്പോൾ റിമ്മ് മാറ്റിയിട്ട് നമ്മൾ SD ആക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. അപ്പം ഒന്നെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് വരും. അപ്പോൾ ഞാൻ നേരിട്ട് തന്നെ നമുക്ക് ഷോപ്പ് പറയാൻ നമ്മൾ നേരിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം എന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ ടയറൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ നമ്മുടെ റിമ്മും പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് വേറൊരു വണ്ടിയുടെ പുള്ളി വർക്ക് ചെയ്യുന്നതാണ്, സ്പ്ലെൻഡറിൻ്റെ ആണ് കേട്ടോ. അപ്പം ഈ മിക്കവാറും ഇവിടുത്തെ നമ്മുടെ വലിയ ഷോറൂമുകളിൽ നിന്ന് വരെ ഇവിടെയാണ് കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് അപ്പം നമ്മുടെ വണ്ടിയുടെ JK ടയറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് 318 അപ്പോൾ ഇതിന് നമ്മൾ മാറ്റിയിട്ട് SD ആണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഇത് ഓൾറെഡി എനിക്കിങ്ങനെ ഡേറ്റും ആയി, 2018 ടയറാണ് കേട്ടോ, 7 വർഷമായി. അപ്പോൾ ഇവിടെ നമ്മുടെ ഇതിൻ്റെ സൈസ് ഉണ്ട് കേട്ടോ. 160 റിമ്മിൻ്റെ സൈസ് വന്ന് 160 18 ടയർ തേഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഇതുമാതിരി ടയർ വല്ലാതെ വെണ്ട് കീറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ട് നമ്മൾ ചിലപ്പം പറന്ന് പോകുമ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. 7 വർഷമായ ടയറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മാറ്റണം, നമ്മൾ മാറ്റി SD ആക്കാൻ പോകണം. ശരിക്കും നമ്മുടെ വണ്ടിയുടെ ടയർ നല്ല പഴയതായിരുന്നു. അപ്പോൾ നമ്മൾ മാറ്റിയപ്പം എന്തായാലും അതിൻ്റെ റിമ്മും കൂടെ മാറ്റി SD ആക്കിയതാണ്. അപ്പോൾ എന്തായാലും പുള്ളി നമ്മുടെ റിമ്മൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടയർ ഇളക്കിയിട്ടിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഫുള്ള് പഴയ കമ്പിയെല്ലാം കട്ട് ചെയ്തെടുക്കും. അതിനുശേഷം ഈ പുതിയ ഇതുപോലത്തെ ഈ സ്പോക്ക് ഇതിൽ വെച്ച് പിടിപ്പിക്കും കേട്ടോ. ഏകദേശം നമ്മുടെ വണ്ടിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ പരിപാടി. അപ്പോൾ നമ്മുടെ SD സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സൈസ് വരുന്നത്, 325/16. അപ്പോൾ നമ്മൾ ടയർ മേടിക്കുകയാണെങ്കിൽ മോട്ടോഡിയുടെ ടയർ എന്ന് പറയാനുണ്ട്, MRFൻ്റെ ആണ്. അപ്പോൾ ഇത് സൈസ് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ, 325/16. അതാണ് നമ്മുടെ ബാക്കിലിടാൻ പോകുന്ന ടയറിൻ്റെ സൈസ് കേട്ടോ. മോട്ടോ ഗ്രിപ്പ് മോട്ടോഡി ടയർ SD ടയറാണ്, മോട്ടോഡി ടയർ എന്നാണ് പറയുന്നത് കേട്ടോ. ശരിക്കും ഈ ഒരു സംഭവം പറയുന്നത് കോട്ടം പിടിക്കുക എന്ന് പറയും. നമ്മൾ പണ്ട് സൈക്കിളൊക്കെ ഉപയോഗിച്ചവർക്ക് അറിയാം. നമ്മൾ വണ്ടിയൊക്കെ സൈഡിലോട്ട് ഈ സ്പോക്ക് ഒരു അലൈൻമെൻറ്റ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് സെയിം നമ്മുടെ കാറിൻ്റെ അലൈൻമെൻറ്റ് പോലെ തന്നെയാണ് കേട്ടോ. മാറി നമുക്ക് വണ്ടിയൊക്കെ കയ്യിൽ നിന്ന് ചെറിയ പാളിപ്പോകുന്ന തോന്നും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോട്ടം പിടിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, ടയറൊക്കെ സെറ്റാക്കി ടയർ ഫിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കാണുന്നത് പട്ടം പ്ലാമൂട് റോഡാണ് കേട്ടോ. പ്ലാമൂട് റോഡ് വരുമ്പോൾ താര സാനിറ്ററി വെയർ ഉണ്ട്, അതിൻ്റെ പുറകിലായിട്ടാണ്. കടയുടെ പേരിൽ പ്രത്യേകം പേരൊന്നുമില്ല, രമേശ മേസ്ത്രിയുടെ വർക്ക്ഷോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ